വിക്രമാദിത്യ കഥകൾ ഭാഗം 42. ഇതിനിടയിൽ നാഗലോകത്തേക്ക് പോയിരിക്കുന്ന ജയസേനൻ ഇനി മടങ്ങി വരികയില്ലെന്നും അയാളുടെ 2 പത്നിമാരെയും തനിക്ക് വിവാഹം ചെയ്യാമെന്നും കരുതി രാജാവ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അവധി തീരും. അതാലോചിച്ച് ആ ദിവസം കൂടി എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു കോസല രാജാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശകളെയും ആകാശക്കോട്ടകളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ജയസേനൻ മുന്നിൽ വന്ന് വന്ദിച്ചു നിന്നു. അസംഖ്യം നാഗരത്നങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. രാജാവിന് മിണ്ടാൻ നിർവാഹമില്ലാതെയായി. അദ്ദേഹം പുറമേ പ്രസന്നത നടിക്കുകയും ജയസേനനെ അഭിനന്ദിക്കുകയും ചെയ്തു. സേനാപതി അമാനുഷിക സിദ്ധിയുള്ളവനാണെന്നും അയാളോട് കളിച്ചാൽ രാജാവിന് നാശം സംഭവിക്കുമെന്നുമോർത്ത് മന്ത്രി വിഷാദിച്ചു. വിക്രമാദിത്യൻ ഗ്രഹത്തിലെത്തി ഭക്തിമാരോടൊത്ത് സസുഖം ജീവിച്ചു. ജയസേനന്റെ ഭവനത്തിൽ 10 യുവതീരത്നങ്ങൾ വിഹരിക്കുന്ന വിവരം ചാരുദത്തൻ മുഖേന രാജാവ് അറിഞ്ഞു. 10 പേരും ദേവസുന്ദരികളാണെന്നാണ് അയാൾ ഊഹിച്ചത്. രാജാവിന് ഊണും ഉറക്കവും ഇല്ലാതെയായി. ജയസേനനെ അകറ്റാൻ 2 വട്ടം ശ്രമിച്ചുവെങ്കിലും താൻ അതിൽ തോറ്റുപോയ കഥ അദ്ദേഹം മറന്നുപോയി. തൻ്റെ സേവകൻ 10 സുന്ദരികളോടൊപ്പം സുഖമായി ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് നിർവാഹമില്ലായിരുന്നു. ഒരു ദിവസം ചാരുദത്തന്റെ സഹായത്തോടെ അദ്ദേഹം ജയസേനന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. അനന്തന് ഈ നടപടിയിൽ സംശയം തോന്നുകയാൽ രാജാവ് മടങ്ങി വരുന്നതും കാത്ത് നിൽപ്പായി. മണിമഞ്ചത്തിൽ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുന്ന ജയസേനന്റെ പത്നിമാരുടെ ശാരീരിക കാന്തി കണ്ട് കോസല രാജാവിൻ്റെ കണ്ണു മഞ്ഞളിച്ചു. അധികം നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കി ചാരുദത്തൻ അദ്ദേഹത്തെയും കൂട്ടി പുറത്തു കടന്നു. അനന്തൻ വാ പിളർത്തി നിലത്ത് വെച്ചുകൊണ്ട് അവിടെ ഇരുട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. രാജാവ് ചെന്ന് ചവിട്ടിയത് പാമ്പിൻ്റെ വിഷപ്പല്ലിന്മേലാണ്. കാലിൽ വിഷം കയറിയതിനാൽ അദ്ദേഹം മുടന്തി നടന്ന് രാജകൊട്ടാരത്തിലെത്തി. പള്ളിമഞ്ചത്തിലേക്ക് മറിഞ്ഞു. സർപ്പത്തിൻ്റെ പല്ലേറ്റ വേദന ഒരു വശത്ത്, ജയസേനന്റെ പത്നിമാരെ തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന നൊമ്പരം മറുവശത്ത്. രാജാവ് രാത്രി ഉറങ്ങിയില്ല. ജയസേനനെ അകറ്റാൻ എന്തെങ്കിലും ചെയ്യണം. അക്രമം ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ജയസേനൻ മഹാവീരനാണ്. അവസാനത്തെ അഭയകേന്ദ്രമായി ബുദ്ധിചാതുര്യമുള്ള മന്ത്രിയെ തന്നെയാണ് രാജാവ് ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്തത്. മന്ത്രിക്ക് രാജാവിൻ്റെ മനോഗതം മനസ്സിലായപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ പാവം രാജാവ്. അദ്ദേഹം മന്ത്രിയുടെ മുമ്പിൽ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. മന്ത്രി തൻ്റെ ആഗ്രഹം നിറവേറ്റി തന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്തു കളയും എന്ന് അദ്ദേഹം വാശി പിടിച്ചു. സത്യവാദിയും ധർമ്മശീലനുമാണെങ്കിലും മന്ത്രി സ്വാമി ഭക്തൻ കൂടിയായിരുന്നു. അയാൾ ഒരു ഉപായം കൂടി രാജാവിന് പറഞ്ഞുകൊടുത്തു. ആ നാട്ടിൽ ഒരു മന്ത്രക്കിണറുണ്ട്. രാജാവ് ജയസേനനെയും കൊണ്ട് മന്ത്രക്കിണർ കാണാൻ പോണം. കിണർ കണ്ടുകൊണ്ട് നിൽക്കെ തൻ്റെ മോതിരമെടുത്ത് കിണറ്റിലെറിയുകയും വിരലിൽ നിന്ന് ഊരിൽ വീണ മോതിരം എടുത്തുകൊണ്ടുവരുവാൻ ജയസേനനെ ഏൽപ്പിച്ച് മടങ്ങുകയും വേണം. ജയസേനൻ മന്ത്രമോതിരം എടുക്കാനായി കിണറ്റിലിറങ്ങിയാൽ പിന്നെ കയറാൻ സാധിക്കുകയില്ല. ആ മന്ത്രക്കിണറ്റിലിറങ്ങുന്ന ഏതൊരു മനുഷ്യനും മരിച്ചു പോവുകയുള്ളൂ. അക്കാര്യത്തിൽ തർക്കമില്ല. ജയസേനൻ മരിച്ചാൽ ഭാര്യമാരെ സ്വീകരിക്കാം. മുങ്ങിച്ചാകാൻ പോകുന്നവൻ്റെ കയ്യിൽ ഒരു വൈക്കോലിഴ കിട്ടിയതുപോലെ രാജാവ് ആഹ്ലാദിക്കുകയും പിറ്റേ ദിവസം ജയസേനനോട് മന്ത്രക്കിണർ കാണാൻ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവിൻ്റെ പ്രവൃത്തികളിൽ ചില നിഗൂഢ താല്പര്യങ്ങളുണ്ടെന്ന് വിക്രമാദിത്യന് ആദ്യമേ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സംശയ നിവാരണത്തിന് വേതാളത്തെ സമീപിച്ചു. വേതാളം സംഗതികളുടെ കിടപ്പ് വ്യക്തമാക്കി കൊടുത്തു. പ്രഭു, അങ്ങയെ അപായപ്പെടുത്തി അങ്ങയുടെ പത്നിമാരെ കൈക്കലാക്കുവാനാണ് കോസല രാജാവ് പരിശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ അങ്ങയെ ദൂരദേശങ്ങളിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശവും ഇതുതന്നെയാണ്. ഇപ്പോൾ അങ്ങയോടുകൂടി മന്ത്രക്കിണർ കാണാൻ പോകുന്നതിൻ്റെ പിന്നിലും ഒരു കെണിയുണ്ട്. രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി കിണറ്റിലേക്കിടുകയും അത് ഊരി വീണതാണെന്ന നാട്യത്തിൽ എടുത്തുകൊണ്ടുവരുവാൻ അങ്ങയെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങ് മോതിരമെടുക്കുവാൻ കിണറ്റിലിറങ്ങിയാൽ തീർച്ചയായും മരിച്ചു പോകും. അതാണ് രാജാവിൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അദൃശ്യനായി കിണറ്റിൽ ഇറങ്ങിയിരിക്കാം. മോതിരം വീഴുമ്പോൾ അത് ചാടിപ്പിടിച്ച് അങ്ങയുടെ പക്കൽ തരാം. അങ്ങ് സ്വയം കിണറ്റിൽ നിന്ന് കണ്ടെടുത്തതാണെന്ന ഭാവത്തിൽ മോതിരം രാജാവിനെ ഏൽപ്പിച്ചാൽ മതി. വിക്രമാദിത്യൻ രാജാവിനെ അനുഗമിച്ച് മന്ത്രശക്തി കിണർ കാണാൻ പോയി.
വൈകാതെ രാജാവ് ആരും കാണാതെ മോതിരം കിണറ്റിലിട്ടിട്ട് പറഞ്ഞു, അയ്യോ, നമ്മുടെ മുദ്രമോതിരം കിണറ്റിൽ പോയല്ലോ. ജയസേന, താങ്കൾ അതെടുത്ത് പിന്നാലെ വരൂ, ഞാൻ പോകട്ടെ. രാജാവ് തിരിച്ച് സദസ്സിലെത്തിയപ്പോഴേക്കും മോതിരവുമേന്തി ജയസേനനും കൂടെ എത്തി. രാജാവിനും മന്ത്രിക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സാധാരണ നിലയിൽ ഒരു കിണറ്റിലിറങ്ങിക്കയറാൻ ആവശ്യമായ നേരം പോലും വിക്രമാദിത്യൻ എടുത്തിട്ടില്ല. ഏതു മനുഷ്യന്റെയും അന്ത്യം വരുത്തുന്ന മന്ത്രക്കിണറ്റിൽ നിന്നാണ് ഇയാൾ മോതിരം എടുത്തുകൊണ്ട് വന്നത്. അവർ അമ്പരന്നു. ഇതിനിടയിൽ എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ ഉണ്ടായിരിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അപ്പോഴേക്കും സദസ്സിലേക്ക് ഒരു വൃദ്ധബ്രാഹ്മണൻ പ്രവേശിക്കുകയുണ്ടായി. ശനിദേവനായിരുന്നു അത്. വിക്രമാദിത്യൻ ആഗതനെ നമസ്കരിക്കുകയും മുന്നിൽ ആദരപൂർവം നിലകൊള്ളുകയും ചെയ്തു. ശനിദേവൻ വിക്രമാദിത്യന്റെ തിരുവാൾ മടക്കിക്കൊടുത്തിട്ട് പുറത്തേക്ക് കടന്നു. വിക്രമാദിത്യനും നിശബ്ദനായി അദ്ദേഹത്തെ അനുഗമിച്ചു. രാജാവായ തന്നോട് പോലും കാണിക്കാത്ത രീതിയിലുള്ള ആദരവ് ജയസേനൻ ആ വൃദ്ധബ്രാഹ്മണനോട് കാണിച്ചത് കണ്ടപ്പോൾ കോസല രാജാവ് അതിശയിച്ചു. ഇതിലെന്തോ രഹസ്യം അടങ്ങിയിട്ടുണ്ടെന്ന് നിശ്ചയിച്ചുറച്ച് അദ്ദേഹവും മന്ത്രിയും കൂടി രഹസ്യമായി അവരെ പിന്തുടർന്നു. തൻ്റെ മുമ്പിൽ വിനയപുരസ്സരം വണങ്ങി നിൽക്കുന്ന വിക്രമാദിത്യനോട് ശനിദേവൻ അറിയിക്കുകയാണ്, ഹേയ് വിക്രമാദിത്യ ചക്രവർത്തി, നിങ്ങളെ ബാധിച്ചിരുന്ന ശനിദശ ഇന്നോടെ വിട്ടൊഴിയുകയാണ്. ഈ 7.5 വർഷവും നിങ്ങൾ സത്യവും ധർമ്മവും കൈവിടാതെ ജീവിച്ചതുകൊണ്ട് ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിങ്ങളെ ദ്രോഹിച്ച കോസല രാജാവിനെയും മന്ത്രിയെയും ഞാൻ ശിക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. ദേവാ, അങ്ങയോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള മന്ത്രി നല്ലവനാണ്. രാജാവ് മറ്റുള്ളവരുടെ കയ്യിലെ പാവയായി തീർന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്തായാലും ഇക്കാലം അത്രയും എന്നെ രക്ഷിച്ചത് അവരാണല്ലോ. എനിക്ക് വേണ്ടി അങ്ങ് അവരോട് സദയം ക്ഷമിക്കണം. ശനിദേവൻ വിക്രമാദിത്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അനുഗ്രഹ ആശിസ്സുകൾ അർപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. രാജാതിരാജനായ വിക്രമാദിത്യനാണ് തങ്ങളുടെ കീഴിൽ ജോലി നോക്കിയിരുന്ന ജയസേനനെന്നറിഞ്ഞ് കോസല രാജാവും മന്ത്രിയും പരിഭ്രാന്തരായി. അവർ ഓടിവന്ന് വിക്രമാദിത്യന്റെ കാൽക്കൽ വീഴുകയും തങ്ങൾ ചെയ്ത അപരാധത്തിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ അവരോട് ക്ഷമിച്ചു. കോസല രാജാവ് അപേക്ഷിക്കുകയാണ്, പ്രഭു, ചിലരുടെ നീചമായ ഉപദേശത്താലാണ് എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകൾ കടന്നുകൂടിയത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. കൂടാതെ എൻ്റെ കാലിൽ നിന്ന് ദയവ് ചെയ്ത് വിഷം ഇറക്കിത്തരണം. ഞാനിപ്പോൾ മുടന്തനായിട്ടാണ് നടക്കുന്നത്. വിക്രമാദിത്യൻ അനന്തനെ വിളിച്ച് രാജാവിൻ്റെ കാലിൽ നിന്ന് വിഷം വലിച്ചെടുപ്പിച്ചു. മുടന്ത് മാറിക്കിട്ടിയ രാജാവ് സന്തോഷത്തോടെ വിക്രമാദിത്യനെ ചക്രവർത്തിക്കൊത്ത വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചു. വിക്രമാദിത്യൻ മടങ്ങിപ്പോകേണ്ട സമയമായി. അദ്ദേഹം രത്നമാലിക ഒഴിച്ച് മറ്റ് 9 പത്നിമാരെയും കോസല രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം ആഹ്ലാദ നൃത്തം വെച്ചു. ജലന്ധരനും അനന്തനും വിക്രമാദിത്യൻ ശാപമോക്ഷം നൽകി രത്നമാലികയോടൊത്ത് ഉജ്ജയിനിയിലേക്ക് തിരിച്ചുപോയി. ചക്രവർത്തിയുടെ മടങ്ങിവരവ് നാട്ടുകാരെ മുഴുവൻ ആനന്ദിപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ജനങ്ങൾ ഇളകിത്തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു നഗരപ്രദക്ഷിണം നടത്താൻ നിശ്ചയിച്ചു. രത്നവും സ്വർണവും ചേർത്ത് നിർമ്മിച്ച മനോഹരമായ അമ്പാരി തൻ്റെ വെള്ളാനപ്പുറത്ത് വെച്ച് അതിലേറി സഞ്ചരിക്കാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മുഹൂർത്തമായപ്പോൾ തൻ്റെ വലതുവശത്ത് ഇരിക്കാൻ വേണ്ടി രത്നമാലികയെ അന്വേഷിച്ചപ്പോൾ അവൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. 7.5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നതിനാൽ അവൾ ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. അദ്ദേഹം വേതാളത്തിൻ്റെ പുറത്ത് കയറി ഇന്ദ്രലോകത്തെത്തി. വിക്രമാദിത്യൻ രത്നമാലികയെ തിരഞ്ഞ് അവിടെ എത്തുമെന്ന് ഇന്ദ്രന് നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം അവളെ ഒരിരുട്ടറയിൽ ഒളിപ്പിച്ചു. വിക്രമാദിത്യൻ വന്നു കയറിയപ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആഗമന ഉദ്ദേശം ആരായുകയും ചെയ്തു. അദ്ദേഹം വാസ്തവം പറഞ്ഞു. അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് വിക്രമാദിത്യന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം വേതാളത്തെ അവളെ തിരയാൻ വിട്ടു. വേതാളം പല ദിക്കിലും പരിശോധന നടത്തി. അവസാനം ഒരു ഇരുട്ടറയിൽ അവളെ കാണുകയും വിവരം വിക്രമാദിത്യനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ചെന്ന് അവളെയും വിളിച്ച് ഇന്ദ്രന്റെ മുമ്പിലെത്തി. ഇന്ദ്രൻ സന്തുഷ്ടനായി മറ്റ് 7 ദേവകന്യകകളെ കൂടി അദ്ദേഹത്തിന് ദാനം ചെയ്തു.
രാജാവ് അവരെയും കൂട്ടി ഉജ്ജയിനിയിലെത്തുകയും നഗരപ്രദക്ഷിണം ആഡംബരപൂർവ്വം നടത്തുകയും ചെയ്തു. അതിനിടയിൽ 7 ദേവകന്യകളുടെ അഭാവം ദേവലോകത്ത് പരിഭ്രമം സൃഷ്ടിച്ചു. അവിടെ നൃത്തത്തിനും പൂജാകർമ്മത്തിനും സ്ത്രീകളില്ലാതെയായി. അപ്പോൾ ഇന്ദ്രൻ സപ്തർഷികളെ വിളിച്ചു. ദാനം ചെയ്ത മുതൽ തിരിച്ചെടുക്കുന്നത് ഉചിതമല്ലെന്നും വിക്രമാദിത്യനെ കണ്ട് അപേക്ഷിച്ചാൽ അവരെ മടക്കിത്തരുമെന്നും അവർ ഉപദേശിച്ചു. സപ്തർഷികൾ ഭൂമിയിലെത്തി വിക്രമാദിത്യനോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. അദ്ദേഹം 7 പേരെയും സപ്തർഷികൾക്ക് ദാനം ചെയ്തു. ദേവവൃന്ദം അദ്ദേഹത്തെ പുകഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ സകലവിധ ഐശ്വര്യങ്ങളോടും കൂടി ഉജ്ജയിനിയിൽ വാണു. കഥ തീർന്നു, കനകാംഗി പറഞ്ഞു. എന്നിട്ട് കനകാംഗി ഭോജരാജാവിനോട് ചോദിച്ചു, ഹേ ഭോജരാജാവേ, ഇത്രയേറെ അമാനുഷിക സിദ്ധികളും ധീരതയുമുണ്ടായിരുന്ന വിക്രമാദിത്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ എത്രയോ താഴെയാണ്. ഉദാരനും മഹാമനസ്കനുമായിരുന്ന അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? സാലഭഞ്ജിക കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം രാത്രിയായി. ഭോജരാജാവ് അന്നത്തെ സദസ്സും പിരിച്ചുവിട്ടു.